സഭയിൽ ഭിന്നിപ്പിന് ബാഹ്യ ഇടപെടലുകളുണ്ടെങ്കിൽ അന്വേഷണ വിധേയമാക്കണം. എറണാകുളം അങ്കമാലി അതിരൂപത. സീറോ മലബാർ സഭയിലെ ആരാധനാക്രമ തർക്കത്തിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നതിന് ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടായെന്ന ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പ്രസ്താവന അതീവ ഗൗരവ സ്വഭാവമുള്ളതാണെന്ന് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത PRO. ഈ പ്രസ്താവനയെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരായി ദുർവ്യാഖ്യാനം ചെയ്യാൻ സമൂഹ മാധ്യമങ്ങളിൽ ചില നിക്ഷിപ്ത താൽപര്യക്കാർ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ റെയ്ഡ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് അവരുടെ പദ്ധതികൾ സീറോ മലബാർ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നത് ഒരു ലക്ഷ്യമായിരുന്നു എന്ന പ്രസ്താവനയെ ആർക്കും തമസ്കരിക്കാനാവില്ല. ഭാരത കത്തോലിക്ക സഭയുടെയും സീറോ മലബാർ സഭയുടെയും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന അഭിവന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് നടത്തിയ ഈ പ്രസ്താവനയിൽ ആരാണ് അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചതെന്നും അതിലേക്ക് എന്തൊക്കെ തെളിവുകൾ ലഭിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഗൗരവമായ പ്രസ്താവന നടത്തിയതെന്നും നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ പറയുവാൻ പിതാവ് കടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ സമഗ്രമായ അന്വേഷണം നടത്തണം. വിഷയത്തിൽ വ്യക്തത വരുത്താൻ സഭാതലത്തിലും കൃത്യമായ അന്വേഷണങ്ങൾ നടത്താനും എത്രയും വേഗം ഇതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്താനും ബന്ധപ്പെട്ടവർ തയ്യാറാകണം. മതാന്തര ബന്ധങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിൽ ഈ പ്രസ്താവന പൊതുസമൂഹത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം ഉളവായിട്ടുള്ളതിനാൽ സത്യമറിയാൻ പൊതുസമൂഹത്തിനും അവകാശമുണ്ട്. മതേതര രാജ്യത്തിന് മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണം. സമൂഹത്തിന് സുസ്ഥിതിക്ക് മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് എക്കാലവും പ്രാധാന്യം കൊടുത്തിട്ടുള്ള കത്തോലിക്ക സഭയുടെ പൊതുസമീപനം എക്കാലവും മുറുകെ പിടിക്കുന്ന അതിരൂപത വ്യത്യസ്ത മതങ്ങളിലുള്ളവരുടെ സഹവർത്തിത്വ സംസ്കാരത്തെ ആദരവോടെ കാണാൻ പ്രതിജ്ഞാബദ്ധരാണ്. മേൽപ്പറഞ്ഞ വിഷയത്തിൽ സത്വര നടപടികൾ കൈക്കൊള്ളണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ആവശ്യപ്പെടുന്നു.